ഈ കൊടും ചൂടിനെ ശമിപ്പിക്കാൻ നമുക്ക് ഒരു നല്ല ഡ്രിങ്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. 2 പച്ചമാങ്ങ ഉണ്ടായാൽ മതി. പച്ചമാങ്ങയും പുതിന ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. പുതിനയാണെങ്കിൽ വളരെ നല്ലതാണ്, ശരീരത്തിന് തണുപ്പ് കിട്ടുമല്ലോ. അപ്പം ഞാൻ മാങ്ങയൊക്കെ ഒന്ന് നല്ലോണം കഴുകി തൊലി ചെത്തി ചെറുതാക്കി അരിഞ്ഞു കൊണ്ടുവരാം കേട്ടോ. ചെറുതാക്കി അരിയണ്ട, ഒരു നമ്മൾ സാധാരണ പൂളണ പോലെ പൂളിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ മാങ്ങ കൊണ്ടുപോയി കഴുകി അതുപോലെ തൊലി ചെത്തി കൊണ്ടുവന്നു. ഇതാ കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാണ് ആക്കിയത്. ഇനി നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ചെറിയൊരു കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ഈ കപ്പിലുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കാരണം അധികം വെള്ളത്തിൽ വേവിക്കൊന്നും വേണ്ട. മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു അടുപ്പത്ത് വെച്ചിട്ട്. ഇളക്കി വയ്ക്കിയപ്പോൾ അത് അത്രയൊന്നും വെന്തിട്ടില്ല. 2 മിനിറ്റ് കൂടി വെന്തിട്ട് നമുക്ക് അത് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് നല്ലോണം വെന്ത് കിട്ടും. അത് നമുക്ക് അരച്ചെടുക്കണം. അത് കാരണം അതൊന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. മാങ്ങ ഒന്ന് തണുക്കട്ടെ. മാങ്ങ തണുത്തപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ഞാൻ മാങ്ങാപ്പൂളുകൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ 2-3 ഗ്ലാസ്സിനുള്ള ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ട പഞ്ചസാര എടുക്കുക. ഞാനൊരു 1/2 കപ്പ് എടുത്തു വെച്ചു. എന്ന് പറഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചു. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തുള്ളൂ. കാരണം മാങ്ങയ്ക്ക് വല്ലാത്ത പുളിയുള്ളതല്ല. അതുകൊണ്ട് ഞാൻ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാലാനമക്കല്ലേ, റോക്ക് സോൾട്ട് ചേർത്തു. പിന്നെ ജീരകം വറുത്ത് പൊടിച്ചത് 1 സ്പൂൺ ചേർത്തു. 1 സ്പൂൺ നമ്മുടെ പെരുജീരകം പൊടിച്ചും ചേർത്ത് ബാക്കി നമ്മൾ പുതിന കഴുകി വെച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരച്ചു കേട്ടോ. നല്ലോണം അരച്ചു കൊണന്നു. അതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാന പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ഈ മാങ്ങയുടെ അരപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് ഐസ് ഇടേ വേണ്ടു. അപ്പോൾ ഐസിൻ്റെ ക്യൂബ്സും 2 ചേർത്ത് കൊടുത്തു. അത് നമ്മുടെ തണുപ്പനുസരിച്ച് 2-3 ഒക്കെ ഇടാം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കുക. ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പമാണ്. നമ്മൾ അതിൻ്റെ പൾപ്പ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഡ്രിങ്കേ ഉള്ളൂ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഇത് തയ്യാറാക്കി വെക്കുകയും ചെയ്യാം. ഇപ്പം ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കളറ് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഗ്രീൻ ഫുഡ് കളർ കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് വരും. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. അഭിപ്രായം എഴുതണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്